എല്ലാവർക്കും ആത്മനമസ്കാരം. ബഹുമാനപ്പെട്ട കായങ്ങ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ ശശിയേട്ടൻ, അതേപോലെ തന്നെ ഈ വാർഡിൻ്റെ മെമ്പറായിട്ടുള്ള ബഹുമാനപ്പെട്ട ജയപ്രകാശ് കായങ്ങ, വേദിയിലിരിക്കുന്ന മറ്റ് മഹത് വ്യക്തികളെ, സിദ്ധവിദ്യാർത്ഥി സഹോദരങ്ങളെ, നാട്ടുകാരെ, സിദ്ധസമാജ സ്ഥാപകർ സ്വാമി ശിവാനന്ദ പരമഹംസരുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ഇന്ന് 5 ആശ്രമങ്ങളിലും അതിൻ്റെ പ്രധാന ആശ്രമമായ വടകര, അതേപോലെ തന്നെ അതിൻ്റെ മറ്റ് ബ്രാഞ്ചുകളിൽ, ഒന്ന് തമിഴ്നാട്ടിലെ സേലത്ത് അതിവിപുലമായ പരിപാടികളാണ് ഒരാഴ്ചയിലേറെയായി ആശ്രമത്തെ സ്നേഹിക്കുന്ന, സിദ്ധവിദ്യയെ സ്നേഹിക്കുന്ന നാട്ടുകാർ, വിദ്യാർത്ഥികളെല്ലാം തന്നെ ഒത്തുചേർന്നുകൊണ്ട്, അതുകൂടാതെ നേരിട്ട് വരാൻ കഴിയാത്ത ആളുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അവർ പ്രാണായാമവും ജപം ചെയ്ത് മറ്റു രീതിയിലെല്ലാം തന്നെ ഇതിനെ ആഘോഷിച്ചു വരികയാണ്. ഈ പരിപാടി സ്വാമി ശിവാനന്ദ പരമഹംസ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ലോകത്തിലെ എല്ലാവർക്കും, ഭാരതത്തിലെ ഋഷീശ്വരന്മാർ എല്ലാവരും തന്നെ ജാതി, മതവർഗ, ലിംഗ മറ്റ് വ്യത്യാസങ്ങളൊന്നുമില്ലാതെ സകല മനുഷ്യരുടെയും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും സൗഖ്യത്തിന് വേണ്ടിയിട്ടാണ് അവർ പ്രാണായാമമായാലും ഇത്തരം വിദ്യകളെല്ലാം ലോകത്തിന് വേണ്ടിയിട്ട് കാട്ടിക്കൊടുക്കുന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ എല്ലായ്പ്പോഴും സന്തോഷത്തെ തേടി പോകും, അല്ലെങ്കിൽ ആനന്ദത്തെ തേടുന്നതാണ് അവൻ്റെ ജന്മനായുള്ള സ്വഭാവം. എല്ലാ കാര്യങ്ങളും, നമ്മൾ ജോലിയായാലും സംഗീതം കേൾക്കുന്നതായാലും എന്തായാലും എല്ലാം വേണ്ടി ആനന്ദത്തിനുള്ളതാണ്. ആ ആനന്ദം തികച്ചും ധാർമ്മികതയുടെ അടിത്തറയിലൂടെ ആയി കഴിഞ്ഞാൽ അത് എക്കാലത്തും നിലനിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അതിനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി ഈ സമൂഹത്തിൻ്റെ ജനങ്ങൾക്ക് നേരിട്ട് പറഞ്ഞു കൊടുത്തതാണ് സ്വാമി ശിവാനന്ദ പരമഹംസർ സിദ്ധവിദ്യ പ്രചരിപ്പിച്ചുകൊണ്ട് ചെയ്തത്. അതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിലും കേരളത്തിലും പ്രത്യേകിച്ചുണ്ടായിരുന്ന എല്ലാവിധ ജാതി, ഉച്ച നീചത്വങ്ങൾക്കെതിരെയും വലിയ രീതിയിൽ ജനങ്ങളെ ബോധിപ്പിച്ചുകൊണ്ട് അതിനെതിരെ പോരാടിയ ഋഷീശ്വരൻ കൂടിയാണ്. നമുക്കറിയാം, വടകര ലോകനാർക്കാവിൽ തന്നെ സാധാരണക്കാരന് ഇറങ്ങിച്ചെന്ന് കുളിക്കാൻ